ഹലോ, ഇന്ന് 2 വലിയ ചുവന്ന മീനാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരണേ. പിന്നെ കുറച്ച് ചാള മീൻ കൊണ്ടുവന്ന് പൊന്നൂട്ടന് വേണ്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് മിക്ക ദിവസം അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിൽ അത് നന്നാക്കി എടുക്കാൻ ഭയങ്കര പടിയായിരുന്നു കേട്ടോ. അതിന് അതിൻ്റെ തൊലിക്ക് ഭയങ്കര കട്ടിയാണ്. അപ്പോൾ ചീന്തിയൊക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വറക്കാനായിട്ടും കുറച്ച് കറിക്കും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ വറുത്ത മീനിനാണ് കൂടുതൽ ഇഷ്ടം. വെച്ച കറിയിലത്തെ മീനിൻ്റെ കഷ്ണത്തിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാനും അച്ഛനും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് കറിക്കും ബാക്കിയുള്ളത് വറക്കാനായിട്ട് എടുത്തേക്കുന്നത്. പിന്നെ മീൻ കറി വെക്കാനായിട്ട് ഞാൻ എല്ലാ അരപ്പും എല്ലാം ചേർത്ത് മീൻ കറി വെക്കുന്നുണ്ട്. ഇപ്പം ഓൾറെഡി മീൻ കറി വെക്കുന്നത് ഞാൻ പിന്നെയും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. കാരണം ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഓൾറെഡി ഞാൻ മീൻ കറി വെക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. എന്നും അങ്ങനെ തന്നെ വെക്കാറ്. അതിന് വലിയ മാറ്റമൊന്നും ഉണ്ടാവാറില്ല. പിന്നെ കുറച്ച് വറക്കാനായിട്ട് മാറ്റി വെച്ചില്ലെങ്കിൽ കുറച്ച് മസാലയും കൂടെ ചേർക്കാമെന്ന് വിചാരിച്ചു. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് പെരിഞ്ചീരകം കൂടെ ഇട്ടിട്ട് ചതച്ചെടുത്തു. അതിന് ശേഷം മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, മുളക് പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അത് നല്ലപോലെ മീനിൽ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇതിൽ വേണമെങ്കിൽ പച്ചമുളകൊക്കെ അരച്ചിട്ട് ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ. സമയമുള്ള ടൈമിൽ ഞാൻ എല്ലാം അരച്ചിട്ട് ഞാൻ ഓൾറെഡി ഫ്രിഡ്ജിലൊക്കെ വെക്കാറുണ്ട്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് അത് മസാലയിൽ ചേർത്താൽ മതി. ഇപ്പം ഇങ്ങനെയൊക്കെ തട്ടി കൂട്ടിയിട്ടൊക്കെയാണ് ചെയ്യാറുള്ളൂ. അപ്പോൾ നല്ലപോലെ മസാല ഞാൻ തേച്ച് പിടിപ്പിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. പൊന്നൂട്ടന് ചാളമീനാണ് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ടാണ് ഇക്ക എപ്പോഴും ചാളമീൻ കൊടുക്കണത്. പുതിയാപ്പിളക്കോര എന്നാണ് ഇക്ക പറഞ്ഞത് അതിൻ്റെ പേര്. പക്ഷേ എനിക്ക് അതായിട്ട് തോന്നില്ല. പുതിയാപ്പിളക്കോരയുടെ തോലിനൊന്നും ഇത്ര കട്ടി ഉണ്ടാവാറില്ല. അപ്പം കൂട്ടാൻ വെച്ച് നമ്മൾ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തിളച്ച് വന്ന സമയത്ത് ഞാൻ അതിൽ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇടുന്നുണ്ട്. തിളയ്ക്കാതെ ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ ഉടഞ്ഞു പോകും. അപ്പോൾ ഞാൻ തിളച്ചിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. കൂട്ടാൻ കാച്ചി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടാൻ ഒഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഉപ്പേരിക്കൊന്നും ഇല്ലല്ലോ എന്ന് ആലോചിച്ചത്. അപ്പം മുകളിൽ പോയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ചീര നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ചീര നമ്മൾ വിത്തിട്ട് മുളപ്പിച്ചെടുത്തൊന്നുമല്ല. നമ്മൾ ചീര മേടിക്കുമ്പോൾ തണ്ട് ഉണ്ടല്ലോ, ആ ചീര അച്ഛൻ ചീര മേടിച്ച് വന്നപ്പോൾ അതിലത്തെ തണ്ട് ഞാൻ കുഴിച്ചിട്ട് കേട്ടോ. പക്ഷേ ഇത്ര മതി. ഞങ്ങൾക്ക് 2 പേർക്കല്ലേ. പൊന്നൂട്ട് എന്തായാലും ഉപ്പേരിയൊന്നും കഴിക്കില്ല. അപ്പോൾ ഞാൻ അതൊന്ന് ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു. കാരണം ആഴ്ചയിലൊരിക്കലൊക്കെ ചീരയിലയും എന്തെങ്കിലും ഇലവർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതല്ലേ. എന്നാൽ മുകളിലത്തെ കൃഷിയൊക്കെ നശിച്ചു പോയിട്ടാണ്. കാരണം ഭയങ്കര ചൂടും 2 നേരം വെള്ളം ഒഴിച്ചിട്ടൊന്നും കറക്റ്റായിട്ട് അതിനൊന്നും സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. അത് അത്രമാത്രം ചൂടല്ലേ. അപ്പം ഞാൻ ഒന്നും കൂടെ ആദ്യം പോലെയൊക്കെ ഞാൻ തുടങ്ങണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് തൈയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ റെഡി ആവുകയാണെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഞാനതൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടായിട്ട് അത് അരിഞ്ഞ് കറിയൊക്കെ വെക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കര വലുതാണ്. അപ്പോൾ 2-3 എണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ വഴുതനങ്ങയൊക്കെ ഉണ്ടായിട്ട്, പക്ഷെ അത് മതി. പിന്നെ ഞാനത് ഉപ്പേരി വെക്കാനായിട്ട് പാത്രം വെച്ചിട്ട് വെളിച്ചെണ്ണയും പിന്നെ കടുക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് പിന്നെ സബോള ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഞാനിങ്ങനെയാണ് കേട്ടോ വെക്കണത്. വേറെ ആരെങ്കിലും വേറെ രീതിയിൽ വെക്കണമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം എങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ. പച്ചമുളകും സവോള ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക കേട്ടോ ചെയ്യുക. ഈ വഴന്ന് വരുന്ന സമയത്ത് അതിലോട്ട് ചീരയും തേങ്ങയും കൂടെ അതിലിട്ട് ഇടുകയാണ് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ചീരയിലേക്കൊക്കെ കുറച്ച് ഉപ്പ് മതി. കാരണം പെട്ടെന്ന് ഉപ്പ് പിടിക്കണ കാരണം എനിക്ക് എപ്പോഴും കൂടുതലാണ് ആവാറ്. അപ്പം നമ്മൾ നോക്കിയിട്ട് വേണ്ട അതൊക്കെ ഇടാനായിട്ട്. പിന്നെ ചീരയും തേങ്ങയും ഒരുമിച്ച് തന്നെ ഞാൻ ഇടാറ്. അതിട്ടിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കുക. പിന്നെ മൂടി വയ്ക്കുക. കുറച്ച് ഒരു 5-10 മിനിറ്റ് മതി. അപ്പോഴേക്കും തന്നെ ഈ ഒരു ഉപ്പേരി ആവും. കാരണം അധികം ടൈമൊന്നും എടുക്കില്ല. കാരണം ഇത് ഇലവർഗ്ഗത്തിൻ്റെ സംഭവമല്ലേ, പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ മൂടി വെച്ചിട്ട് കുറച്ച് നേരം ആകുമ്പോഴേക്കും ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ വേണ്ടൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ ചുവന്ന ചീര. പച്ചച്ചീര നല്ല ടേസ്റ്റാണ്. പച്ചച്ചീര എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പിന്നെ മീൻ വറുത്തെടുത്തു. പിന്നെ നമുക്ക് ഊണ് കഴിക്കാം. മീൻ കറി, മീൻ വറുത്തത്, ചീരപ്പേരി, പിന്നെ മാങ്ങ അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു. മാങ്ങ അച്ചാറും കൂടെ നമുക്ക് അടിപൊളിയായിട്ട് ഊണ് കഴിക്കാം കേട്ടോ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് കൂടണേ. താങ്ക്